T20 News. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ആരംഭിക്കുന്നതിന് മുമ്പ് നീറ്റ് 2024 എഴുതിയ വിദ്യാർത്ഥികൾക്കായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. നീറ്റ് 2024 മാർക്ക് അനുസരിച്ച് തയ്യാറാക്കിയ കേരള മെഡിക്കൽ അലോട്ട്മെന്റിൽ നിന്നും ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ MBBS സീറ്റുകൾ സ്പെഷ്യൽ സ്ട്രേ അലോട്ട്മെന്റ് മുഖാന്തരം ഫിൽ ചെയ്യപ്പെടുന്നു. ജനറൽ കാറ്റഗറിയിൽ 2, ഈഴോ വിഭാഗത്തിൽ 1, EWS വിഭാഗത്തിൽ 1 എന്നിങ്ങനെ 4 സീറ്റുകളാണ് ഒഴിവുള്ളത്. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. സ്പെഷ്യൽ ഓപ്ഷൻ രജിസ്റ്റർ ഫീയായി 10,000 രൂപ അടയ്ക്കണം. നേരത്തെ അടച്ചവരാണെങ്കിൽ പണം അടയ്ക്കേണ്ടതില്ല. നാളെ, അതായത് ഡിസംബർ 24 വൈകുന്നേരം 4 മണി വരെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. അലോട്ട്മെന്റ് കിട്ടുന്നവർ 26 മുതൽ 28 വരെയുള്ള ദിവസങ്ങൾക്കുള്ളിൽ ജോയിൻ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ce.kerala.gov.in. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. നീറ്റ് UG പ്രവേശന നടപടികളിൽ ഇടപെട്ട് സുപ്രീം കോടതി. വെല്ലൂർ എഞ്ചിനീയറിംഗ് 40-ലധികം കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ അവസരം. കേരള റാങ്കിംഗ് 2024 പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ. നീറ്റ് രജിസ്ട്രേഷനായി ABC ക്രെഡിറ്റ് ID. കൂടുതൽ അറിയണം. നീറ്റ് UG പ്രവേശന നടപടികൾ സുപ്രീം കോടതി ഡിസംബർ 30 വരെ നീട്ടി. വിശദാംശങ്ങളിലേക്ക്. 5 കൗൺസിലിംഗ് കഴിഞ്ഞിട്ടും മെഡിക്കൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ നീറ്റ് UG പ്രവേശന നടപടികൾ സുപ്രീം കോടതി ഡിസംബർ 30 വരെ നീട്ടി. അതിന്റെ ഭാഗമായി ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള ഓൾ ഇന്ത്യ കൗൺസിലിംഗ് ഡിസംബർ 23, 24 തീയതികളിൽ നടക്കും. വെബ്സൈറ്റ് mcc.nic.in. സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ഒരു തവണത്തേക്ക് സമയം നീട്ടി നൽകണമെന്ന ദേശീയ മെഡിക്കൽ കൗൺസിലിന്റെ ആവശ്യം പരിഗണിച്ചാണ് പ്രവേശന നടപടികൾ നീട്ടാൻ കോടതി അറിയിച്ചത്. രാജ്യം ഡോക്ടർമാരുടെ അപര്യാപ്തത നേരിടുമ്പോൾ മെഡിക്കൽ സീറ്റ് പാഴാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞു. അതിനാൽ പ്രത്യേകമായി ഒരു കൗൺസിലിംഗ് കൂടി നടത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഒരു കോളേജും സ്വന്തം നിലയ്ക്ക് പ്രവേശനം നടത്തരുതെന്നും സംസ്ഥാന അതോറിറ്റികൾ വഴി മാത്രമായിരിക്കണം നടപടിക്രമങ്ങളെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികളെ മാത്രമേ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശിപ്പിക്കാനാവൂ. ന്യൂസ് ഡെസ്ക്, ബ്രില്യന്റ് പാല. കേരളത്തിന് വെളിയിൽ എഞ്ചിനീയറിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് NIRF റാങ്ക് നിരയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ വെല്ലൂർ, ഭോപ്പാൽ, ആന്ധ്രാപ്രദേശ്, ചെന്നൈ ക്യാമ്പസുകളിലേക്കുള്ള 40-ലധികം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. vit.vit.ac.in എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. 2025 മാർച്ച് 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഏപ്രിൽ മാസം 21 മുതൽ 27 വരെ ആയിരിക്കും ഓൺലൈൻ മോഡ് എക്സാം. 2025 ഏപ്രിൽ 30 റിസൾട്ട് പബ്ലിഷ് ചെയ്യും. NIRF റാങ്കിംഗ് പോലെ ഇപ്പോൾ KIRFും സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അക്കാദമിക മികവിന്റെ അടിസ്ഥാനത്തിൽ റാങ്കിംഗ് ചെയ്തു. റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അക്കാദമിക മികവിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ചെയ്തുകൊണ്ട് കേരള റാങ്കിംഗ് 2024 മന്ത്രി R. ബിന്ദു പ്രഖ്യാപിച്ചു. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇങ്ങനെയൊരു റാങ്കിംഗ് സംവിധാനത്തിന് തുടക്കമിടുന്നത്. ദേശീയ തലത്തിലുള്ള NIRF മാതൃകയുടെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ KIRF തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനായി പ്രത്യേക ഓൺലൈൻ പോർട്ടലും സജ്ജീകരിച്ചിട്ടുണ്ട്. റാങ്കിങ്ങിൽ സംസ്ഥാനത്തെ 10 സർവകലാശാലകൾ റാങ്ക് ചെയ്തപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഒന്നാമതായി. 216 ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളുടെ പട്ടികയിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജാണ് ഒന്നാമത്. 72 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് റാങ്കിങ്ങിൽ പങ്കെടുത്തത്. അതിൽ CET തിരുവനന്തപുരം ഒന്നാമതായി. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ദേശീയവും അന്തർദേശീയവുമായ റാങ്കിംഗ് മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ മുന്നൊരുക്കം എന്ന നിലയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ആരംഭിച്ചിരിക്കുന്നത്. നീറ്റ് രജിസ്ട്രേഷൻ സമയത്ത് ഒരു യുണിക് ID വെച്ച് വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കൂ. ആധാർ, പാസ്പോർട്ട്, ഡിജിലോക്കർ ID കൂടാതെ ABC ക്രെഡിറ്റ് IDയുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. എന്നാൽ അധികം ആളുകൾക്ക് എന്താണ് ABC ക്രെഡിറ്റ് ID എന്നത് സംബന്ധിച്ച് വലിയ ധാരണയുണ്ടാവില്ല. നോക്കാം എന്താണ് ABC ക്രെഡിറ്റ് ID. റിപ്പോർട്ടിലേക്ക്. അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് അഥവാ ABC. സ്കൂൾ മുതൽ പഠനത്തിന്റെ ഓരോ തലവും പൂർത്തിയാക്കുമ്പോൾ നിശ്ചിത ക്രെഡിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ചേർക്കുന്ന വെർച്വൽ ഡിജിറ്റൽ സംവിധാനമാണ് ABC. 1ാം ക്ലാസ്സിൽ 800 മണിക്കൂർ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥിക്ക് 8 ക്രെഡിറ്റ് ആണ് ലഭിക്കുക. 10ാം ക്ലാസ് പൂർത്തിയാകുമ്പോൾ 120 ക്രെഡിറ്റ് ആകും ഈ വിദ്യാർത്ഥിക്ക് ലഭിക്കുക. UG ബിരുദ പഠനത്തിന്റെ ആദ്യ വർഷം പൂർത്തിയാക്കുമ്പോൾ 180, 2ാം വർഷം 200, 3ാം വർഷം 220 എന്നിങ്ങനെയാകും ക്രെഡിറ്റ്. ഓരോ വർഷവും നിശ്ചിത മണിക്കൂർ പഠനം പൂർത്തിയാക്കിയിരിക്കണം. പരീക്ഷകൾക്ക് പുറമെ ഇന്റേൺഷിപ്പ്, ലാബ് വർക്ക്, പേപ്പർ പ്രസന്റേഷൻ എന്നിവയെല്ലാം ക്രെഡിറ്റിനായി കണക്കിലെടുക്കും.
നിശ്ചിത ക്രെഡിറ്റ് സ്വന്തമാക്കിയാലേ ബിരുദം, PG, PhD തുടങ്ങിയ യോഗ്യതകൾ ലഭിക്കൂ. നമ്മൾ ഒരു കോഴ്സിന്റെ ഭാഗമായി പഠിച്ചെടുക്കുന്ന ക്രെഡിറ്റുകൾ നമ്മുടെ ABC അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നു. ഭാവിയിൽ മറ്റു കോഴ്സുകളിലേക്കുൾപ്പെടെ ഇത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഭാവിയിൽ സ്കൂൾ തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗം വരെയുള്ള എല്ലാ പഠനവും ABCയുമായി ബന്ധിപ്പിച്ചായിരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും പറയുന്നു. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി സ്കൂൾ തലം മുതൽ വിദ്യാർത്ഥികൾക്കായി ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാദമിക് അക്കൗണ്ട് രജിസ്ട്രി ആരംഭിച്ചിട്ടുണ്ട്. ആധാർ നമ്പറിന് സമാനമായ ഈ 12 അക്ക ഡിജിറ്റൽ നമ്പറും ABCയുമായി ബന്ധിപ്പിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന വിദ്യാഭ്യാസ വാർത്തകൾ. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.